തുടർച്ചയായ ഇടിവിന് പിന്നാലെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പാണ് കാഴ്ചവെക്കുന്നത്. വരും ദിവസങ്ങളിൽ വില ഇടിയുമോ അതോ ഇനിയും വില ഉയരങ്ങളിലേക്ക് പോകുമോ എന്നാണ് ചോദ്യം. അതേസമയം ഇപ്പോൾ സ്വർണ്ണം വിൽക്കാനാണ് ആളുകൾ എത്തുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. തുടർച്ചയായ 2 ദിവസത്തെ ഇടിവിന് പിന്നാലെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പുണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 2000-ലധികം രൂപയാണ് ഇന്നലെ വർദ്ധിച്ചത്. വില കുതിച്ചതോടെ വീണ്ടും കടുത്ത ആശങ്കയിലാണ് ആഭരണ പ്രേമികൾ. വരും ദിവസങ്ങളിൽ വില ഇടിയുമോ അതോ ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. ഇന്നിപ്പോൾ സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസവുമുണ്ട്. ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി നൽകുകയാണ് സ്വർണ്ണ വ്യാപാരി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധപ്രഖ്യാപനം നടത്തിയതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളാണ് ഇന്നലെ ആഗോള സ്വർണ്ണവിലയിൽ ഒരു ചാഞ്ചാട്ടമുണ്ടാക്കിയത്. അതുപോലെ ഫെഡറൽ റിസർവിലെ പലിശ നിരക്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെല്ലാം സ്വർണത്തിന്റെ വില ഉയർത്താറുണ്ടെന്നാണ് സ്വർണ്ണ വ്യാപാരി പറയുന്നത്. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പറ്റിയൊരു സമയം കൂടിയാണിത്. കാരണം ഇപ്പോൾ വില കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നതും. വില കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം കാണുന്നുമുണ്ട്. അതുപോലെ തന്നെ വിൽക്കാനായി ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇനി യുദ്ധസമാന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഇപ്പോഴത്തെ വില നിലവാരത്തിനടുത്ത് തന്നെയാകും സ്വർണം തുടരുക. അത്യാവശ്യക്കാർക്ക് സ്വർണം വിൽക്കാനും കഴിയും. എന്നാൽ യുദ്ധസമാന സാഹചര്യത്തിൽ വില കുത്തനെ ഉയരും. എന്നാൽ അല്പം കാത്തിരുന്നതിന് ശേഷം സ്വർണം വിൽക്കുന്നതും നല്ലതായിരിക്കും. വില അല്പം കുറഞ്ഞതുകൊണ്ടൊന്നും സ്വർണ്ണ വ്യാപാരം പഴയ നിലയിലേക്ക് എത്തിയിട്ടുമില്ല. നല്ല രീതിയിലുള്ള ബിസിനസ് ഒരു രീതിയിലും നടക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. കാരണം വില കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ആളുകൾ വലിയ ആശങ്കയിലാവുന്നുമുണ്ട്. ഇപ്പോഴത്തെ വിലയിൽ സ്വർണം വാങ്ങുക എന്നത് ആളുകളെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ കച്ചവടം കാര്യമായ രീതിയിൽ നടക്കുന്നില്ലെന്നാണ് പല വ്യാപാരികളും പറയുന്നത്. സ്വർണം കുത്തനെ ഉയരുന്ന സാഹചര്യമുണ്ടായാൽ സ്വർണം വിൽക്കാനിരിക്കുന്നവർക്ക് നല്ല കാലമായിരിക്കും. എന്നാൽ സ്വർണം വാങ്ങുന്നവർക്ക് വലിയ ആശങ്കയാണ് അതുണ്ടാക്കുന്നത്. സ്വർണ്ണവില ഇനി കുറയാനുള്ള സാധ്യതയും മുന്നിൽ കാണണം. സ്വർണ്ണവില കുറയുകയാണെങ്കിൽ ഇത് തന്നെയാകും വിൽക്കാൻ പറ്റിയ സമയം. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.